നമസ്കാരം. ഈ വാർത്താ ദിനത്തിൽ ഇതുവരെയുള്ള വാർത്തകൾ സമഗ്രമായി പ്രേക്ഷകരെ അറിയിക്കുന്ന വാർത്താ സന്ധ്യ ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും വാർത്താ സന്ധ്യയിലേക്ക് സ്വാഗതം. ഇറാനെ ആക്രമിച്ച് അമേരിക്ക. ഇറാനെ ആക്രമിക്കാൻ ഇസ്രയേലിനൊപ്പം നേരിട്ട് കളത്തിലിറങ്ങിയ അമേരിക്കയും ഇറാനിലെ 3 ആണവ കേന്ദ്രങ്ങളിലാണ് മാരക പ്രഹരശേഷിയുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകളുമായി അമേരിക്ക ആക്രമണം നടത്തിയത്. ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചതിന് പിന്നാലെ ഇസ്രയേൽ നഗരങ്ങളിലേക്ക് ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തു. ടെലവീവിലും ഹൈഫയിലും ബഹുനില കെട്ടിടങ്ങൾ നിലംപൊത്തി. അമേരിക്കയുടേത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും കനത്ത തിരിച്ചടി നൽകുമെന്നുമാണ് ഇറാന്റെ പ്രതികരണം. ഇറാന്റെ ഭൂഗർഭ ആണവ കേന്ദ്രങ്ങൾ സമ്പൂർണ്ണമായി നശിപ്പിക്കാൻ B-2 ബോംബ് വിമാനങ്ങൾ വേണമെന്ന ഇസ്രയേലിന്റെ സമ്മർദ്ദത്തിന് ഒടുവിൽ അമേരിക്കയും ഡൊണാൾഡ് ട്രംപും വഴങ്ങി. ഇന്ത്യൻ സമയം പുലർച്ചെ 4 മണിക്ക് ഇറാനിലെ ഫോർദോ, നഥാൻസ്, ഇസ്ഫാൻ എന്നീ ആണവ കേന്ദ്രങ്ങളാണ് ആക്രമിക്കപ്പെട്ടത്. ബങ്കർ ബസ്റ്റർ ബോംബുകളും 30 ടോമോഹാക്ക് മിസൈലുകളും ഉപയോഗിച്ചായിരുന്നു ആക്രമണം. 6 B-2 സ്റ്റെൽത്ത് ബോംബറുകളാണ് ആക്രമണത്തിന് ഉപയോഗിച്ചത്. 13,600 കിലോഗ്രാം ഭാരമുള്ള GBU-57 വഹിക്കാൻ B-2 വിമാനത്തിന് മാത്രമേ കഴിയൂ. വൈറ്റ് ഹൌസിലെ സിറ്റുവേഷൻ റൂമിലിരുന്ന് ഡൊണാൾഡ് ട്രംപ് സൈനിക നടപടി തത്സമയം വിലയിരുത്തി. അതിശയകരമായ സൈനിക വിജയം എന്നായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ വിശദീകരണം. Tonight I can report to the world that the strikes were a spectacular military success. Iran's key nuclear enrichment facilities have been completely and totally obliterated. Iran, the bully of the Middle East, must now make peace. ഇറാൻ സമാധാനത്തിന് തയ്യാറായില്ലെങ്കിൽ ഇതിലും കടുത്ത ആക്രമണങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ചരിത്രം തിരുത്തിക്കുറിക്കുന്ന തീരുമാനമെന്ന് ട്രംപിനെ അഭിനന്ദിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന്റെ പ്രതികരണം. Congratulations, President Trump. Your bold decision to target Iran's nuclear facilities with the awesome and righteous might of the United States will change history. ആക്രമണത്തിൽ നഷ്ടം സംഭവിച്ചിട്ടില്ലെന്നും ആണവ പദ്ധതി തുടരും എന്നുമാണ് ഇറാന്റെ മറുപടി. ആണവച്ചോർച്ചയില്ല എന്ന് ഇറാൻ ആണവ ഏജൻസിയും പ്രതികരിച്ചു. അമേരിക്കയുടേത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും കനത്ത തിരിച്ചടി നൽകുമെന്നുമാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുടെ പ്രതികരണം. UN രക്ഷാസമിതി ഉടൻ ചേരണമെന്നും അമേരിക്കൻ ആക്രമണത്തെ അപലപിക്കണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് 24. 2 B-2 ബോംബ് വിമാനങ്ങളിൽ നിന്ന് 14 ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചാണ് ഇറാനിലെ ആക്രമണമെന്ന് അമേരിക്കൻ പ്രതിരോധ വകുപ്പ് സ്ഥിരീകരിച്ചു. ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ എന്ന പേരിലായിരുന്നു ആക്രമണം. ഇറാനിലെ ഭരണമാറ്റമായിരുന്നില്ല ആക്രമണത്തിന്റെ ലക്ഷ്യം. വേഗം സമാധാനമുണ്ടായില്ലെങ്കിൽ വീണ്ടും ആക്രമണം എന്നാണ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്തിന്റെയും ചീഫ് ഓഫ് സ്റ്റാഫ് ജനറൽ ഡാൻ കെയ്ന്റെയും മുന്നറിയിപ്പ്. Outcome gave Iran every single opportunity and unfortunately was met by stonewalling, which is why he gave them plenty of time to continue to come to the table and give up enrichment, give up the nuclear program. But there was I won't say the particular moment, there was certainly a moment in time where he realized that it had to be a certain action taken in order to minimize the threat to us and our troops. ദിലീപ് കുമാർ ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങളുമായി. ദിലീപ് കുമാർ, ഇപ്പോൾ മിഡ്നൈറ്റ് ഹാമർ എന്നതിന്റെ കൂടുതൽ വിശദാംശങ്ങളാണ് പ്രതിരോധ വകുപ്പ് പുറത്തുവിട്ടിരിക്കുന്നത്. വേഗം സമാധാനമുണ്ടായില്ലെങ്കിൽ വീണ്ടും ആക്രമണം എന്ന് അമേരിക്ക പറയുമ്പോൾ അവർ എന്ത് പ്രതീക്ഷിക്കുന്നുവെന്നാണ് മനസ്സിലാക്കേണ്ടത്. നാളെ റഷ്യയുമായുള്ള കൂടിക്കാഴ്ചയുണ്ട്. ഇറാൻ വിദേശകാര്യ മന്ത്രി റഷ്യയിലേക്ക് പോവുകയാണ്. പുടിനുമായുള്ള കൂടിക്കാഴ്ചയുണ്ട്. വരും ദിവസങ്ങളിൽ എന്ത് പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇറാൻ ഇസ്രയേൽ ആക്രമണം മറുഭാഗത്ത് രൂക്ഷമായി തുടരുകയും ചെയ്യുന്നുണ്ടല്ലോ. അനുജ, ചുറ്റിക കൊണ്ട് പാതിരാത്രിയിൽ ഇറാന്റെ തലക്കടിക്കുകയാണ് അമേരിക്ക ചെയ്തത്. ഇറാനിലെ 3 പ്രധാനപ്പെട്ട ആണവ നിലയങ്ങൾ ഫോർദോ, നതാൻസ്, ഇസ്ഫാനിയ 3 ആണവ നിലയങ്ങളിൽ പുലർച്ചെ പ്രാദേശിക സമയം ഇറാനിലെ സമയം 2:10, ഇന്ത്യൻ സമയം പുലർച്ചെ 4:10 ഈ ആക്രമണം നടന്നത്. ഏതാണ്ട് 7100 കിലോമീറ്റർ ആകാശ ദൂരം അത് താണ്ടിയെത്തിയ B-2 സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങളാണ് ഈ ആക്രമണം. ബങ്കർ ബസ്റ്റർ ബോംബുകൾ അവിടേക്ക് 12 ബങ്കർ ബസ്റ്റർ ബോംബുകളാണ് ഈ ആണവ നിലയങ്ങളിലേക്ക് ഇട്ടത്. ഭൂമി തുരന്നുകൊണ്ട് പോകാൻ കഴിയുന്ന അവിടെ ഭൂമിക്കടിയിലേക്ക് ചെന്ന് മാരക പ്രഹരശേഷി
നൽകുന്ന ബോംബറുകളാണ് ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ. അത് ഇസ്രയേലിൻ്റെ പക്കൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവർ അമേരിക്കൻ സഹായം തേടിയത്. മാത്രമല്ല ഏതാണ്ട് 13,000 കിലോ വരുന്ന ഈ ബോംബുകളെ വഹിച്ചുകൊണ്ട് വരാനുള്ള അത്രയും ഭാരശേഷി വഹിക്കാൻ കഴിയുന്ന വിമാനങ്ങളും ഇസ്രയേലിൻ്റെ പക്കൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടുകൂടിയാണ് അവർ അമേരിക്കയുടെ സഹായം ഇക്കാര്യങ്ങളിൽ തേടിയത്. അമേരിക്കയ്ക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ള ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉള്ളത്. അവർ ആ ആക്രമണം നടത്തുകയും ഈ പ്രധാനപ്പെട്ട 3 ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി. ഈ ആക്രമണത്തിൻ്റെ ലക്ഷ്യം ഇറാനിലെ ഭരണകൂടത്തെ മാറ്റുകയല്ല എന്ന കാര്യം അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റർ ഹെക്സെത്ത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാൻ ഇനി സമാധാനത്തിൻ്റെ പാതയിലേക്ക് വരണം, ഇല്ലെങ്കിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വീണ്ടും ആക്രമണം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും US പ്രതിരോധ സെക്രട്ടറി നൽകിയിട്ടുണ്ട്. ഈ ആക്രമണത്തിൻ്റെ നടുക്കത്തിലാണ് ഇന്ന് ലോകം പുലർന്നത്. ഇക്കാര്യത്തിൽ ഇറാനെ ഒപ്പം നിൽക്കുന്ന രാജ്യങ്ങളുണ്ട്. അമേരിക്കയുടെ ആക്രമണത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമൊക്കെ ലോകരാഷ്ട്രങ്ങൾ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ചൈന, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ശക്തമായ ഭാഷയിലാണ് ഇറാനിൽ നടത്തിയിട്ടുള്ള ഈ അമേരിക്കൻ ആക്രമണത്തെ അവർ ശക്തമായ ഭാഷയിൽ വിമർശിച്ചിട്ടുമുണ്ട്. അനുജ, ശരി. ഇന്ന് പുലർച്ചെ ഇറാന് നേരെ നടന്ന ആക്രമണത്തെ അമേരിക്ക വിശേഷിപ്പിക്കുന്നത് മിഡ് നൈറ്റ് ഹാമർ എന്നാണ്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങളാണ് ഇപ്പോൾ പ്രതിരോധ വകുപ്പ് പുറത്തുവിട്ടിരിക്കുന്നത്. ഭരണമാറ്റമായിരുന്നില്ല ലക്ഷ്യം. വരും ദിവസങ്ങളിൽ സമാധാനത്തിലേക്ക് പോകണം എന്ന മുന്നറിയിപ്പ് കൂടി, അതല്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതം ഇനിയും ഉണ്ടാകും എന്നുകൂടി മുന്നറിയിപ്പ് നൽകുകയാണ് അമേരിക്ക. ഇറാനിലെ അമേരിക്കൻ ആക്രമണത്തിനെതിരെ നിരവധി രാജ്യങ്ങൾ രംഗത്തെത്തി. ആക്രമണങ്ങളിൽ ഇന്ത്യ ആശങ്ക രേഖപ്പെടുത്തി. അമേരിക്കൻ നടപടിയെ ഐക്യരാഷ്ട്ര സംഘടനാ ജനറൽ സെക്രട്ടറി അന്റോണിയോ ഗുട്ടറസ് അപലപിച്ചു. രാജ്യാന്തര ആണവോർജ്ജ ഏജൻസിയുടെ അടിയന്തര യോഗം നാളെ ചേരും. ഇറാൻ വിദേശകാര്യമന്ത്രി നാളെ മോസ്കോയിലെത്തി റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തും. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിൽ ആശങ്കയോടെ ലോകം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്ക്യാനുമായി സംസാരിച്ചു. പുതിയ സംഭവങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തിയ നരേന്ദ്രമോദി പ്രശ്നപരിഹാരത്തിന് ചർച്ചയാണ് മാർഗമെന്നും പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപിനെ സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനത്തിൽ ശുപാർശ ചെയ്ത പാകിസ്ഥാൻ ഇറാന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. പാക് സൈനിക മേധാവി അസിം മുനീറിന് ട്രംപ് വിരുന്നു നൽകിയിരുന്നു. അമേരിക്കൻ ആക്രമണത്തെ അപലപിച്ച പാകിസ്ഥാൻ പ്രതിരോധത്തിന് ഇറാൻ അവകാശമുണ്ട് എന്നും വ്യക്തമാക്കി. ഇറാനുമായി അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. അമേരിക്കൻ ആക്രമണത്തെ ഐക്യരാഷ്ട്ര സംഘടനാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് അപലപിച്ചു. റഷ്യ, ചൈന, തുർക്കി, സൗദി അറേബ്യ, ഒമാൻ, ഇറാഖ്, ക്യൂബ, വെനസ്വല, ചിലെ എന്നീ രാജ്യങ്ങളും US ആക്രമണത്തിനെതിരെ രംഗത്തു വന്നു. ഇറാന്റെ ആണവ പരിപാടികൾ ലോകത്തിന് ഭീഷണിയാണെന്നും ഇതില്ലാതാക്കാനുള്ള ശ്രമമാണ് അമേരിക്ക നടത്തിയതെന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയ്ർ സ്റ്റാമർ പറഞ്ഞു. ഓസ്ട്രേലിയയും ജർമ്മനിയും അമേരിക്കൻ ആക്രമണത്തെ ന്യായീകരിച്ചു. സമാധാനം കാത്തുസൂക്ഷിക്കാൻ ഖത്തറും ജപ്പാനും ഇറ്റലിയും ന്യൂസിലാൻഡും ആഹ്വാനം ചെയ്തു. പ്രശ്നം ചർച്ച ചെയ്യാൻ രാജ്യാന്തര ആണവോർജ്ജ ഏജൻസി നാളെ അടിയന്തര യോഗം ചേരും. യൂറോപ്യൻ യൂണിയനും നാളെ യോഗം ചേരുന്നുണ്ട്. മിഡിൽ ഈസ്റ്റ് ഡെസ്ക് 24. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ അമേരിക്ക നേരിട്ട് പങ്കാളിയായതോടെ ആശങ്കയിലാണ് നിക്ഷേപകർ. പെട്രോളിയം ഉത്പന്നങ്ങളും സ്വർണവും ഡോളറും എങ്ങനെ നീങ്ങുമെന്ന് ഉറ്റുനോക്കുകയാണ് സാമ്പത്തിക ലോകം. എണ്ണപ്പാടങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ വിലക്കയറ്റം ഉൾപ്പെടെയുള്ള പ്രതിസന്ധിയിലേക്ക് ലോകം പോകും എന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. പ്രതിദിനം 2 കോടി ബാരൽ അസംസ്കൃത എണ്ണ കൈകാര്യം ചെയ്യുന്ന ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുമെന്നാണ് ഇറാന്റെ ഭീഷണി. Tonight I can report to the world that the strikes were a spectacular military success. ഇറാനിൽ നടത്തിയ ആക്രമണം സൈനിക വിജയമെന്ന് ട്രംപ് അവകാശപ്പെടുമ്പോൾ നിക്ഷേപകർ ആശങ്കയിലാണ്. അമേരിക്കയുടെ ഇടപെടൽ വരും ദിവസങ്ങളിൽ വിപണികളിൽ അസ്ഥിരത സൃഷ്ടിക്കുമെന്ന പ്രവചനമാണ് നിക്ഷേപകരെ അസ്വസ്ഥരാക്കുന്നത്. എണ്ണവില ഉയരുമെന്നതാണ് ആദ്യം സംഭവിക്കുന്ന പ്രതിസന്ധിയെന്നാണ് മുന്നറിയിപ്പ്. ക്രൂഡ് ഇറക്കുമതി ആശ്രയിക്കുന്ന ഒട്ടുമിക്ക ലോകരാജ്യങ്ങളിലും ഇന്ധനവില കൂടുന്നത് വെല്ലുവിളിയാകും. ലഭ്യത കുറയുന്നതും ഇന്ധനവില കൂടുന്നതും പൊതുവിലക്കയറ്റത്തിലേക്ക് നയിക്കും. RBI ഉൾപ്പെടെ മിക്ക കേന്ദ്ര ബാങ്കുകളും അടുത്തിടെ പലിശ നിരക്ക് കുറച്ചിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ വില ഉയരുന്നത് പലിശ കൂട്ടുന്ന നടപടിയിലേക്കും എത്തിച്ചേക്കും. വില കൂടുന്നത് ഉപഭോക്തൃ ആത്മവിശ്വാസം കുറയ്ക്കും. ക്രൂഡ് ഓയിൽ ഫ്യൂച്ചറുകൾ ഈ മാസം 10 മുതൽ 18% വരെ ഉയർന്നിരുന്നു. ഓക്സ്ഫോർഡ് ഇക്കണോമിക്സിലെ വിശകലന വിദഗ്ധർ പറയുന്നത് ഏറ്റവും ഗുരുതര സാഹചര്യത്തിൽ ആഗോള എണ്ണവില ബാരലിന് $130 ഉയരാൻ സാധ്യതയുണ്ടെന്നാണ്. അനിശ്ചിതത്വം മുന്നിൽ കണ്ട് ഇന്ത്യ റഷ്യയിൽ നിന്ന് കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട്. സംഘർഷം കടുത്താൽ സുരക്ഷിത നിക്ഷേപമെന്ന നിലയിൽ നിക്ഷേപകർ സ്വർണത്തിലേക്ക് തിരിഞ്ഞാൽ സ്വർണ്ണവിലയും കൂടും. ഓഹരി വിപണികളെയും നീക്കം ഹ്രസ്വകാലത്തേക്ക് പ്രതികൂലമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. ആഗോള രാഷ്ട്രീയത്തിൽ അമേരിക്കൻ കരുത്തു കുറഞ്ഞെന്ന തോന്നലുകൾ ഡോളറിന്റെ മൂല്യത്തിലും ഇടിവ് വരുത്തിയിരുന്നു.
എന്നാൽ പശ്ചിമേഷ്യൻ സംഘർഷത്തിലെ നേരിട്ടുള്ള ഇടപെടൽ അമേരിക്കയ്ക്ക് വീണ്ടും ലോക പോലീസ് പരിവേഷം നൽകുമെന്നും ഡോളറിന്റെ മൂല്യം ഉയർത്തുമെന്നും IBKR ഏജൻസി പറയുന്നു. ഇറാന്റെ പ്രതികരണവും എണ്ണവിലയിലെ കയറ്റിറക്കങ്ങളുമാകും വരും ദിവസങ്ങളിൽ വിപണികളെ സ്വാധീനിക്കുക. ബിസിനസ് ഡെസ്ക് 24. ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിൽ തെരഞ്ഞെടുപ്പ്. മോഹൻലാൽ പിന്മാറി. അഡ്ഹോക് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ബാബുരാജിനെ പരിഗണിക്കേണ്ടതില്ല എന്നാണ് ഒരു വിഭാഗത്തിന്റെ നിലപാട്. നിലവിൽ ബാബുരാജിനെതിരെ പീഡനാരോപണങ്ങളും കേസുകളും ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഒരു വിഭാഗം രംഗത്തെത്തിയത്. 24 ബിഗ് ബ്രേക്കാണ് ഈ വാർത്ത. നിഖിൽ പ്രമേഷ് വിശദാംശങ്ങളുമായുണ്ട്. നിഖിൽ, വലിയ സമ്മർദ്ദമുണ്ടായിരുന്നു മോഹൻലാലിന് തുടരാൻ നിലവിലെ സാഹചര്യത്തിൽ. പക്ഷേ അദ്ദേഹം അതിന് ഒരുക്കമല്ല എന്ന കർക്കശ നിലപാട് സ്വീകരിച്ചുവെന്നാണോ? തെരഞ്ഞെടുപ്പ് എപ്പോഴുണ്ടാകും? നിലവിലെ കമ്മിറ്റിയുടെ കാലാവധി കഴിഞ്ഞല്ലോ. തീർച്ചയായിട്ടും അനുജ, 24 ആണ് ഇതുമായി ബന്ധപ്പെട്ട വളരെ കൊടുമ്പിരി കൊണ്ട ചർച്ച എൻ്റെ പുറകിൽ കാണുന്ന ഈ ഗോകുലം കൺവെൻഷൻ സെന്ററിൽ നടക്കുമ്പോൾ അതിന്റെ കൃത്യമായ വിവരങ്ങൾ നമുക്ക് ആ യോഗത്തിന്റെ അകത്ത് നിന്ന്, ഈ യോഗം നടന്ന ഹാളിൽ നിന്ന് ലഭ്യമായി. അതിപ്രകാരമായിരുന്നു. ഉച്ചയ്ക്ക് 3 മണിക്ക് ശേഷമാണ് പുതിയ ഭാരവാഹികൾ ആരൊക്കെ ആയിരിക്കണം എന്നുള്ളത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചത്. ആ സമയത്ത് വളരെ കൃത്യമായിട്ടുള്ള നിലപാട് മോഹൻലാൽ സ്വീകരിച്ചു. ഈ യോഗത്തിൽ ഇന്ന് പങ്കെടുക്കാൻ പകുതി അംഗങ്ങൾ പോലുമില്ല. അതായത് 500-ൽ പരം ആളുകളുള്ള സംഘടനയിൽ പകുതി പോലും ആളുകൾ ഇന്നിപ്പോൾ ഇവിടെ ഇല്ല. മുഴുവൻ അംഗങ്ങളുടെയും പിന്തുണയില്ലാതെ താൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിൽക്കില്ല, തുടരില്ല എന്ന് മോഹൻലാൽ കട്ടായം പറഞ്ഞു. അദ്ദേഹത്തോട് നിരവധി തവണ ഇന്നിപ്പോൾ ആ സദസ്സിലുണ്ടായിരുന്ന മുഴുവൻ അംഗങ്ങളും, അതായത് ഈ അമ്മയിൽ അംഗങ്ങളായിട്ടുള്ള മുഴുവൻ പേരും മോഹൻലാൽ തുടരണം, അദ്ദേഹം പ്രസിഡന്റായി തുടരണം, സംഘടന ഒരു പ്രതിസന്ധിയിൽ നിൽക്കുന്ന കാലമാണ് എന്ന് കൈ ഉയർത്തിക്കൊണ്ട് അദ്ദേഹത്തോട് പ്രസിഡന്റായി നിലനിൽക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും അദ്ദേഹം അതിന് തയ്യാറല്ല. അദ്ദേഹം പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതാണ്: തന്നെ സംബന്ധിച്ചിടത്തോളം ഒരാളുടെയെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ താൻ പ്രസിഡന്റായി തുടരില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ മുഴുവൻ അംഗങ്ങളില്ല. മുഴുവൻ എന്ന് പറയുമ്പോൾ ഏതാണ്ട് 3/4% അംഗങ്ങൾ പോലും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. അങ്ങനത്തെ ഒരു യോഗത്തിൽ എങ്ങനെയാണ് തനിക്ക് മുഴുവൻ പേരുടെയും പിന്തുണയില്ലാതെ പ്രസിഡന്റായി നിൽക്കാൻ കഴിയുക എന്നുള്ള ചോദ്യം അദ്ദേഹം ഈ അഡ്ഹോക് കമ്മിറ്റിയോട് ചോദിച്ചു. ഇതിനുശേഷവും സീനിയർ അംഗങ്ങളടക്കം മോഹൻലാലിനോട് പ്രസിഡന്റ് സ്ഥാനത്ത് നിലനിൽക്കണം, ഈ സംഘടന മികച്ച രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ താങ്കൾ ഇതിന്റെ മുൻനിര പോരാളിയായി നിൽക്കണമെന്നുള്ള ആവശ്യം അദ്ദേഹത്തെ അറിയിച്ചു. പക്ഷേ അദ്ദേഹം അതിന് സന്നദ്ധനായില്ല. ഈ പശ്ചാത്തലത്തിൽ നിയമപരമായി നോക്കുമ്പോൾ അഡ്ഹോക് കമ്മിറ്റിയുടെ കാലാവധി അവസാനിക്കാൻ ഇനി 3 മാസമുണ്ട്. ആ 3 മാസത്തിനുള്ളിൽ ഒരു തിരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ള നീക്കത്തിലേക്കാണ് ഇപ്പോൾ അമ്മ എത്തിച്ചേർന്നിട്ടുള്ളത്. തെരഞ്ഞെടുപ്പില്ലാതെ ഇത്തവണ ഭാരവാഹികളെ തെരഞ്ഞെടുക്കാനായിരുന്നു ആദ്യഘട്ടത്തിൽ തീരുമാനിച്ചിരുന്നത്. അതായത് ഒരു അഡ്ഹോക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ അമ്മയുടെ ഭരണ സംവിധാനം മുന്നോട്ട് പോകുന്നത്. അവർ സമീപകാലത്ത് ഒരു കായിക മത്സരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു, കുടുംബ സംഗമം സംഘടിപ്പിച്ചിരുന്നു, അങ്ങനെ നിരവധി പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. അങ്ങനെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഇടയിലാണ് ഈ പുതിയ ഭരണസമിതി എന്ന് പറയുമ്പോൾ ഈ അഡ്ഹോക് കമ്മിറ്റിയിലുള്ള ആളുകളെ തന്നെ എക്സിക്യൂട്ടീവിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കമാണ് നടത്തിയത്. പ്രസിഡന്റായി മോഹൻലാൽ എത്തുക, അതിന് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഒരുപക്ഷെ ബാബുരാജോ അല്ലെങ്കിൽ ജഗദീഷോ വരിക എന്നുള്ളതായിരുന്നു അവരുടെ ധാരണ. പക്ഷേ ബാബുരാജിനെ ജനറൽ സെക്രട്ടറി ആക്കരുത് എന്നൊരു വിഭാഗം പറയുന്ന സാഹചര്യം ഉണ്ടായി. അതിന് പിന്നാലെയാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞത്. സത്യത്തിൽ ഈ ജനറൽ സെക്രട്ടറി ട്രഷറർ സ്ഥാനത്തേക്കൊന്നും പോകാനുള്ള സാധ്യത പോലും ഉണ്ടായില്ല. ഏതാണ്ട് 3 മണിക്കൂറിലധികം നീണ്ടുനിന്ന മോഹൻലാലിനെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങളായിരുന്നു. പക്ഷേ ആ നീക്കങ്ങൾ പാളി. മോഹൻലാൽ അതിന് തയ്യാറായില്ല. താൻ പ്രസിഡന്റ് ആകണമെങ്കിൽ മുഴുവൻ അംഗങ്ങളുടെയും പിന്തുണ വേണമെന്ന് അന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. പക്ഷേ മുഴുവൻ അംഗങ്ങളും ഇന്ന് അവിടെ പ്രസന്റ് അല്ലാത്തതിനാൽ, അതായത് രാവിലെ ഉണ്ടായിരുന്ന ആളുകൾ പോലും ഉച്ച കഴിഞ്ഞതോടുകൂടി, അതായത് ഭക്ഷണത്തിന്റെ ഇടവേള ഏതാണ്ട് 2 മണി കഴിഞ്ഞാണ് ഉണ്ടായത്. അത് കഴിഞ്ഞതോടുകൂടി ഭൂരിഭാഗം അംഗങ്ങളും ഈ ഹാള് വിട്ടു പോകുന്ന സാഹചര്യം ഉണ്ടായി. അതോടുകൂടി മോഹൻലാൽ നിലപാടെടുത്തു. മുഴുവൻ പേരുടെയും അനുമതി ഇല്ലാതെ താൻ പ്രസിഡന്റായി നിൽക്കില്ല എന്ന് അദ്ദേഹം കട്ടായം പറഞ്ഞതോടുകൂടിയാണ് അമ്മ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ തീരുമാനിച്ചത്. അമ്മയിൽ തെരഞ്ഞെടുപ്പിന് വഴിയൊരുങ്ങുകയാണ്. മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നു. ഇന്ന് പങ്കെടുത്തവരിൽ ഭൂരിഭാഗവും അദ്ദേഹം തുടരണമെന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് വളരെ കുറച്ച് അംഗങ്ങൾ മാത്രമേ ആ യോഗത്തിന് എത്തിയിരുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജനറൽ സെക്രട്ടറി സ്ഥാനവുമായി ബന്ധപ്പെട്ടും ചില ആശയക്കുഴപ്പങ്ങൾ, അവ്യക്തതകളൊക്കെ നിലനിന്നു. തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു. ഒരു പ്രതികരണം ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്, നടൻ രാജാ സാഹിബിന്റേത്. അത് കാണാം. നിയമപരമായി എങ്ങനെ നടത്തിക്കണോ എന്നുള്ള രീതി അനുസരിച്ച് ലാലേട്ടൻ തന്നെ തീരുമാനമെടുത്തു, അതിന്റെ മുൻകൈ എടുത്ത് ആ രീതിയിൽ തന്നെ ഈ 3 മാസത്തിനകം നമ്മൾ ഇലക്ഷനിലേക്ക് പോവുക. ഈ ഒരു സ്ഥാനത്ത് നിന്ന് മാറാതിരിക്കണം എന്നുള്ള ഒരു നിർബന്ധം എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പം തീർച്ചയായിട്ടും ലാലേട്ടൻ തന്നെ വരണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. നമ്മൾക്ക് കറക്റ്റ് എന്താണോ ചെയ്യേണ്ടതെന്നുള്ളത് പുള്ളിക്ക് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ പുള്ളി വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള എല്ലാ മാറ്റങ്ങളും അതെല്ലാം ആസ്വദിക്കുന്ന ആൾക്കാർ ഞാനുൾപ്പെടെയുള്ളവർ തന്നെയാണ്. 3 മാസത്തിനുള്ളിൽ അമ്മയിൽ തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് ഇന്ന് കൈക്കൊണ്ട തീരുമാനം. മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ABVPയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. നാളെ ABVP സംസ്ഥാന വ്യാപക വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തു. PM ശ്രീ
പദ്ധതിയിൽ കേരളം ഒപ്പിടാത്തതിനെതിരെയും തിരുവനന്തപുരത്ത് ABVP പ്രവർത്തകരെ മർദ്ദിച്ചതിലും പ്രതിഷേധിച്ച് തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് അക്രമാസക്തമായി. സമരക്കാർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. സമരം ശക്തമാക്കാനാണ് തീരുമാനമെന്ന ABVP സഹസംഘടനാ സെക്രട്ടറി NTC ശ്രീഹരി. അവസാന ശ്വാസം വരെ പോരാടും. ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ അവകാശ സമരങ്ങൾക്ക് വേണ്ടി ABVP മുന്നിലുണ്ടാകും. നാളത്തെ വിദ്യാഭ്യാസ ബന്ദ്, അതിനോടനുബന്ധിച്ച് ബഹുജന പ്രക്ഷോഭം, ശിവൻകുട്ടിക്ക് നേരെ, മന്ത്രി ശിവൻകുട്ടിക്ക് നേരെ. അദ്ദേഹം പാർട്ടി സെക്രട്ടറി അല്ല, ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയാണ്. അത് അദ്ദേഹം ഓർത്തിരിക്കണം. കോട്ടയത്തും മാർച്ച് അക്രമാസക്തമായി. തിരുനക്കര ടാക്സി സ്റ്റാൻഡിലെ CITU കൊടിമരം ABVP പ്രവർത്തകർ തകർത്തു. പോലീസും ABVP പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി. പിന്നാലെ KK റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. തലശ്ശേരിയിൽ പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അഭിനവ് തുണേരിയുടെ നേതൃത്വത്തിലായിരുന്നു സമരം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. രാജ്ഭവനിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ചാണ് ABVP സമരമെന്ന് മന്ത്രി V ശിവൻകുട്ടി. MLA ഓഫീസിലേക്ക് BJP മാർച്ച് നടത്തിയത് എന്തിനെന്നും പോലീസ് പരമാവധി സംയമനം പാലിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. കാവിക്കൊടി ഏന്തിയ ഭാരതാംബ വിഷയത്തിൽ മുഖ്യമന്ത്രി തന്നെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞുവെന്നും V ശിവൻകുട്ടി കൂട്ടിച്ചേർത്തു. ഇത് രാജഭവനിൽ നിന്ന് കൊടുത്തിട്ടുള്ള നിർദ്ദേശം അനുസരിച്ചാണല്ലേ അവർ ABVPക്കാർ ഈ സംഘർഷം മുഴുവൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ വേറെ ഒരു പ്രശ്നമില്ലല്ലോ. ഇപ്പോൾ PMCയുടെ കാര്യത്തിലാണ് അവർ നിവേദനം നൽകിയിട്ടുണ്ടായിരുന്നു, SFIക്കാർ നിവേദനം നൽകിയിട്ടുണ്ടായിരുന്നു, KIC തന്നിട്ടുണ്ടായിരുന്നു, AISF തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കേന്ദ്രമന്ത്രിയെ ചെന്ന് കണ്ട് സംസാരിച്ചു. അവർ 1500 കോടി രൂപ തരാൻ തയ്യാറല്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ആവശ്യമാണെങ്കിൽ അവർ സമരം ചെയ്യേണ്ടത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ ആഫീസിൽ എൻ്റെ മുന്നിലാണ്. നെഞ്ചെടുപ്പിൽ നിലമ്പൂർ. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലമറിയാൻ ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രം. നാളെ രാവിലെ 8 മണി മുതലാണ് വോട്ടെണ്ണൽ. LDFും UDFും വിജയപ്രതീക്ഷ പങ്കുവയ്ക്കുമ്പോൾ ഫലത്തിൽ നിർണായക സ്വാധീനമാവുക PV അൻവർ പിടിക്കുന്ന വോട്ടുകളായിരിക്കും. വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് നടന്ന ഉപതെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ LDFിനും UDFിനും നിലമ്പൂർ ഫലം നിർണായകമാണ്. ഭരണവിരുദ്ധ വികാരം അലയടിച്ചുവെന്ന് തെളിയിക്കാൻ UDF, മൂന്നാം പിണറായി സർക്കാരിലേക്കുള്ള വാതിലെന്ന് വിശേഷിപ്പിക്കാൻ LDF, ശക്തി തെളിയിച്ചുവെന്നുറപ്പിക്കാൻ PV അൻവറും. ഇങ്ങനെ രാഷ്ട്രീയ കേരളം സൂക്ഷ്മതയോടെ നോക്കുന്ന ഒട്ടനവധി ചലനങ്ങൾക്കും പൊട്ടിത്തെറികൾക്കുമുള്ള സാധ്യത തേക്കിന്റെ നാട് ഒളിപ്പിക്കുന്നു. പാലക്കാട് ലഭിച്ചതിനേക്കാൾ ഭൂരിപക്ഷമുണ്ടാവുമെന്ന് KPCC അധ്യക്ഷൻ. നിലമ്പൂരും UDF ശക്തമായ ഭൂരിപക്ഷത്തിൽ കംഫർട്ടബിൾ മാർജിനിൽ ജയിക്കും. ആ കാര്യത്തിൽ സംശയമില്ല. സർക്കാരിനെതിരായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം ജനങ്ങളിൽ അതിശക്തമാണ്. വ്യക്തമായ ഭൂരിപക്ഷമുണ്ടാകുമെന്ന് LDFും ഉറപ്പിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ഈ മണ്ഡലത്തിൽ നിന്ന് വിജയിക്കുമെന്ന ഉറച്ച വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ആ വിശ്വാസത്തിന്റെ കാരണം എന്ന് പറഞ്ഞത് ഈ വോട്ടർമാർ നൽകിയിട്ടുള്ള ഒരു സ്വീകാര്യതയാണ്. താൻ തോറ്റാൽ ഷൗക്കത്ത് ജയിക്കണമെന്ന് പറഞ്ഞത് UDFിനോടുള്ള സോഫ്റ്റ് കോർണർ കൊണ്ടല്ലെന്ന് PV അൻവർ 24നോട്. AP അനിൽകുമാറിനെതിരെയും അൻവർ രംഗത്തു വന്നു. ഷൗക്കത്തിന് എന്താ പറയാ, ഈ പാലിൽ വിഷം ചേർത്തിട്ടാണ് അവൻ കാണുന്നത്. കാരണം ഷൗക്കത്ത് എന്തായാലും ഇതിൽ മരിച്ചു പോകും. പിന്നെ ഈ രക്ഷയൊന്നുമില്ല. മലപ്പുറത്ത് വേറെ MLA ഉണ്ടാവില്ല, മനസ്സിലായില്ലേ? ഇപ്പോൾ ഷൗക്കത്ത് അടുത്ത തെരഞ്ഞെടുപ്പ് അദ്ദേഹത്തെ സഹായിക്കും ചെയ്യും. കാരണം അദ്ദേഹത്തിനോടൊപ്പം സ്ട്രോങ് ആയിട്ട് നിന്നാണല്ലോ. അപ്പോൾ ആ ശല്യം ഒഴിവാക്കുക. അതുകൊണ്ട് അങ്ങോട്ട് ജയിച്ച് കയറാം അവിടെ എന്നുള്ളത്. അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ സീറ്റ് ഉറപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. PV അൻവർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നടക്കൂല. ആദ്യം വഴിക്കടവ് പഞ്ചായത്തിലെ ബൂത്തുകളാണ് എണ്ണുന്നത്. ഇവിടെ ലഭിക്കുന്ന വോട്ടുകളിൽ നിന്ന് തന്നെ ട്രെൻഡ് വ്യക്തമാകും. വോട്ടെണ്ണലിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായതായി ജില്ലാ ഭരണകൂടവും അറിയിച്ചു. ടീം 24 നിലമ്പൂർ. പെഹൽഗാം ഭീകരാക്രമണ കേസിൽ നിർണായക വഴിത്തിരിവ്. ആക്രമണം നടത്തിയ ഭീകരർക്ക് സഹായം നൽകിയ 2 പേർ NIA പിടിയിലായി. പെഹൽഗാം സ്വദേശികളാണ് പിടിയിലായവർ. ഭീകരരെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ ഇവരിൽ നിന്ന് NIAക്ക് ലഭിച്ചു. പെഹൽഗാമിലെ കൂട്ടക്കുരുതിക്ക് ഭീകരർക്ക് സഹായം നൽകിയ 2 പേരെയാണ് NIA അറസ്റ്റ് ചെയ്തത്. പെഹൽഗാം സ്വദേശികളായ പർവേഷ് അഹമ്മദ് ജോദർ, ബാഷിർ അഹമ്മദ് ജോദർ എന്നിവരാണ് NIA പിടികൂടിയത്. ആക്രമണത്തിന് മുൻപ് പർവേഷും ബാഷിറും ബൈസരൻ താഴ്വരയിലെ ഹിൽ പാർക്കിലെ താൽക്കാലിക കുടിലിൽ ഭീകരർക്ക് താമസ സൗകര്യമൊരുക്കി. ഭീകരർക്ക് ആവശ്യമായ ഭക്ഷണവും മറ്റ് സഹായങ്ങളും ഇവർ നൽകിയതായും അന്വേഷണ സംഘം കണ്ടെത്തി. ചോദ്യം ചെയ്യലിൽ ആക്രമണത്തിൽ പങ്കെടുത്ത ഭീകരരുടെ വിവരങ്ങൾ ഇവർ കൈമാറിയതായും അന്വേഷണ ഏജൻസി അറിയിച്ചു. പാകിസ്ഥാൻ പൗരന്മാരായ 3 ലഷ്കർ-ഇ-തോയ്ബ ഭീകരരാണ്
ആക്രമണം നടത്തിയതെന്നാണ് ഇരുവരുടെയും മൊഴി. ഇതോടെ NIA അന്വേഷണത്തിൽ നിർണായക പുരോഗതിയാണ് ഉണ്ടായത്. ആക്രമണം നടത്തിയ ഭീകരർ പാകിസ്ഥാനിലേക്ക് തിരിച്ചു കടന്നതായും സൂചനകളുണ്ട്. NIA അറസ്റ്റ് ചെയ്ത 2 പേരുടെയും മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത്. UAPA 19-ാം വകുപ്പ് പ്രകാരമാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. 24 ഡൽഹി. ഇതോടെ വാർത്താസന്ധ്യ അവസാനിക്കുകയാണ്. ഇനി പൊതുജനം കരുതിയല്ല സാർ കാണാം. പ്രജൻസി കണ്ണൻ ചേരും. നമസ്കാരം.